Hi students. നമ്മൾ ഇനി പെട്രോമൈസോണെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. പെട്രോമൈസോൺ എന്ന ടൈപ്പിനെ കുറിച്ച്. It is a marine eel-like animal and body is divided into mainly three parts, that is head, trunk and tail. The head is cylindrical and it contains mouth, nostrils, eyes and gills. പറയേണ്ട ആവശ്യമില്ലല്ലോ. eye നാസൽ അപ്പേർച്ചർ ആണ് നോസ്ട്രിൽസ് എന്ന് പറയുന്നത്. പിന്നെ ഗിൽസ്ലിറ്റ്സ് കാണപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ മൗത്തിന്റെ പാർട്ടും കാണപ്പെടുന്നുണ്ട്. ഇതാണ് ഹെഡിന്റെ പാർട്ട് എന്ന് പറയുന്നത്. ദെൻ ട്രങ്ക് ഉണ്ട്, അത് സിലിണ്ടറിക്കൽ ആയിട്ടുള്ള ഒരു ഉടലാണ് കാണപ്പെടുന്നത്. പിന്നെ ടൈല് ലാറ്ററലി കംപ്രസ്ഡ് ടൈല് പ്രസന്റ് ആണ്. ഇത്രയാണ് അതിന്റെ ബോഡി പാർട്സ് എന്ന് പറയുന്നത്. ദെൻ ലാറ്ററൽ ഫിൻസ് absent ആണ്. lateral fins ഇല്ല. median fin system is purely developed and consists of two stumpy dorsal fin and a caudal fin. അപ്പൊ ഇവിടെ lateral fin ഇല്ല, അതിന് പകരം എന്താണ് മീഡിയം ഫിന്നും വളരെ പ്യൂർലി ഡെവലപ്ഡ് ആയിട്ടാണ്. പക്ഷെ ഡോസൽ ഫിന്നും കോഡൽ ഫിന്നും കാണപ്പെടുന്നുണ്ട്. ഓക്കെ. അറ്റ് ആന്റീരിയർ ഓഫ് ഹെഡ് ബേസിൻ ലൈക്ക് എ ഡിപ്രഷൻ, അതിനെ പറയുന്ന ആ തലയുടെ ഏറ്റവും അറ്റത്തായിട്ട് ഒരു ഡിപ്രഷൻ കാണപ്പെടും. അതിനെയാണ് ബക്കൽ ഫണൽ അല്ലെങ്കിൽ ഓറൽ സക്കർ എന്ന് പറയുന്നത്. അതാണ് സക്ക് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നത്. ഇറ്റ് ഈസ് സറൗണ്ടഡ് ബൈ എ മാർജിനൽ മെംബ്രെയിൻ and whose outer surface with numerous sensory cirri and overlapping oral fimbriae. അതിന്റെ ചുറ്റും എന്താണ് സെൻസറി സിറി ഉണ്ട്, ഓറൽ ഫിംബ്രെ എന്നൊക്കെ പറയും. ആ ഓവർലാപ്പ് ചെയ്തിട്ട് അതിന് അങ്ങനെയുള്ളത് ഒരു സ്ട്രക്ചർ കാണപ്പെടുന്നുണ്ട്. ഈ മൗത്തിന്റെ ചുറ്റും മാർജിനലായിട്ട് കാണപ്പെടും. ദ ഇന്നർ സൈഡ് ഓഫ് ദ ഫണൽ ഇസ് എ ബെസെറ്റ് വിത്ത് റേഡിയേറ്റഡ് റോസ് ഓഫ് ഹോണി ടീത്ത് ബോൺ ഓൺ കാർട്ടിലേജിനസ് പ്ലേറ്റ്. അതിന്റെ ഉള്ളിലായിട്ട് കാർട്ടിലേജിനസ് പ്ലേറ്റ് ആണ് കാണപ്പെടുന്നത്. അതിന്റെ ഉള്ളിലത്തെ ഭാഗങ്ങളിലായിട്ട് കാണപ്പെടുന്നത്. കണ്ടോ, ഇതാണ് ഈ പറയുന്ന ഏരിയ എന്ന് പറയുന്നത്. നമ്മള് ഇങ്ങനെ സീറേഴ്സ് പ്രസന്റ് ആണ്. ഉള്ളിൽ കണ്ടോ പ്ലേറ്റ് ആയിട്ട് കാണപ്പെടുന്നുണ്ട്, ഹോണി പ്ലേറ്റ് ഇങ്ങനെ കാണപ്പെടുന്നുണ്ട്. ഇതാണ് അതിന്റെ മൗത്തിന്റെ ആ ഏരിയാസ്. ഇനി teeth are mesodermal structure and not homologous to ectodermal teeth of higher vertebrate. ഇത് എന്ന് പറഞ്ഞാൽ സാധാരണ എക്ടോഡേർമൽ ഒറിജിൻ ആണ് നമ്മുടെ എന്താണ് നമ്മുടെ ടീത്ത് എക്ടോഡേർമൽ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത് അതിന്റെ എംബ്രിയോണിക് സ്ട്രക്ചറിൽ. പക്ഷെ ഇവരുടെ ടീത്ത് എന്ന് പറയുന്നത് മീസോഡേർമൽ ടീത്ത് ആണ്. അപ്പൊ നമ്മളുടെ കമ്പയർ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ഉള്ളത്. പ്രൊജക്റ്റിംഗ് ഫ്രം ദ ബോട്ടം ഓഫ് ബക്കൽ ഫണൽ ഇസ് എ പ്രൊട്രൂസിബിൾ പ്രോമിനൻസ്. ഇതിന്റെ അടിയിൽ നിന്ന് ഈ ബക്കൽ ഫണലിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരാൻ പറ്റുന്ന ഒരു തരം ടങ്ക് ഉണ്ട്. ആ ടങ്ങിനെ പറയുന്ന പേരാണ് റാസ്പിൻ ടങ്ക്. കടിച്ച് മുറിച്ച് കീറാനുള്ള ഒരു റാസ്പിൻ ടങ്ക് ഉണ്ട്. ആംഡ് വിത്ത് ലാർജ് ഹോണി ടീത്ത്. ഇതിലൊക്കെ എന്താണ് ഹോണി ടീത്ത് കാണപ്പെടുന്നുണ്ട്. അബൌട്ട് ടങ്ക് നേരോ മൂത്ത്. ഈ ടങ്ങിന്റെ മുകളിലായിട്ട് ഒരു മൂത്ത് കാണാൻ കഴിയും. Then head bears a pair of well-developed large lidless lateral eyes covered with by a transparent skin. ഹെഡില് ഒരു പെയർ ഐസ് ഉണ്ട്. അതിന് ഐലിഡ് ഒന്നും ഇല്ല, പക്ഷെ എന്താണ് ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള സ്കിന്നോണ്ട് കവർ ചെയ്തിട്ടുള്ള രണ്ട് ഐസ് കാണും. അതായത് ഒരു പെയർ ഐസ് കാണപ്പെടും. പിന്നെ മീഡിയൻ നോസ്ട്രിൽസ് കാണപ്പെടും. സർഫസ് ഓഫ് ഹെഡ് ന്യൂമറസ് പിറ്റ്സ്. ഓക്കെ, ഹെഡിന്റെ സർഫസിൽ കുറെ പിറ്റ്സ് ഉണ്ടാവും. വിച്ച് ഓപ്പൺ ഇന്റേർണലി ടു ദ ലാറ്ററൽ ലൈൻ സിസ്റ്റം. ഓക്കെ. ദെൻ മിഡ്വെൻട്രലി അറ്റ് ജംഗ്ഷൻ ബിറ്റ്വീൻ ട്രങ്ക് ആൻഡ് tail is the anus. ഓക്കെ. ഇനി പറയുന്നത് ബിഹൈൻഡ് ദ ആനസ് ദർ ഇസ് എ പാപ്പില്ല വിച്ച് ബിയേഴ്സ് ദ യൂറിനോജെനൈറ്റൽ ഓപ്പണിങ്. അതിന്റെ പുറകിലായിട്ട് പാപ്പില്ല ഉണ്ടാവും. അവിടെയാണ് എന്ത് ചെയ്യുന്നത് യൂറിനോജെനൈറ്റൽ ഓപ്പണിങ് കാണപ്പെടുന്നത്. സ്കിൻ ഓഫ് പെട്രോമൈസൺ ഈസ് സ്മൂത്ത് പിഗ്മെന്റഡ് വിത്തൗട്ട് എക്സോസ്കെൽട്ടൻ സ്ട്രക്ചർ. വിശദീകരിക്കേണ്ട ആവശ്യമില്ല. 3 പാർട്സ് ആണ് ഉള്ളത്. എപ്പിഡെർമിസ്, ഡെർമിസ് ആൻഡ് മസ്കുലാർ ലെയർ ആണ് ബോഡിന്റെ സ്കിൻ എടുത്ത് നോക്കുമ്പോൾ കാണപ്പെടുന്നത്. പിന്നെ എപ്പിഡെർമിസ് എന്ന് പറഞ്ഞ മൾട്ടി ലെയേർഡ് ആണ്. ഡെർമിസ് ഈസ് ഫോംഡ് ഓഫ് കൊളാജൻ ആൻഡ് ഇലാസ്റ്റിൻ ഫൈബേഴ്സ് ആൻഡ് ഇറ്റ് കണ്ടെയ്നിങ് ക്രോമറ്റോഫോഴ്സ് കളർ പിഗ്മെന്റ്സ് കാണപ്പെടുന്നുണ്ട്. ഓക്കെ. മസ്കുലാർ ലെയർ എന്ന 3rd ലെയർ ആണ് സ്കിന്നിന്റെ. ഡെഫിനിറ്റ് മസിൽ സെഗ്മെന്റ്സ് മയോമിയസ് ഓർ മയോട്ടോംസ് ആയിട്ട് ഇങ്ങനെ കാണപ്പെടുന്നത്. മസിൽ സെഗ്മെന്റ്സിനെ ആ പാച്ചസിനെയാണ് പറയുന്നത് മയോട്ടോംസ് ഓർ മയോമിയസ് എന്നാണ്. സെപ്പറേറ്റഡ് ബൈ മൈക്കോമാറ്റ ആൻഡ് ഇറ്റ് ഈസ് എ കണക്റ്റീവ് ടിഷ്യൂ.
ഓക്കെ, നേരത്തെ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ തന്നെയാണ് ഇവരെ കേസിലും അതുപോലെ തന്നെയാണ് വരുന്നത്.